എന്താ എല്ലാരും കൂടി? അല്ല, എന്തൊക്കെയുണ്ട് ഇതിന്റെ വിശേഷം? പറ കേക്കട്ടെ. ഓഹോ, എനിക്കെന്ത് വിശേഷം? അങ്ങനെ അങ്ങ് പോകുന്നു. അങ്ങനെയൊക്കെ പോയാ മതിയാ. KV മാർക്കറ്റ് PO. പെല്ലിപ്പറമ്പിൽ ഹൗസ്. ഹരിയുടെ മകൾ രജിത, 22 വയസ്സ്. ഏവിയേഷൻ വിദ്യാർത്ഥി. നിങ്ങൾ ഇതെങ്ങനെ അറിഞ്ഞു? എടാ ക്ലീശേ. എടാ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് പെണ്ണ് ആലോചിക്കുകയാണെങ്കിൽ ആ പെൺ വീട്ടുകാർ ആദ്യം ചെയ്യുന്ന എന്താണെന്നറിയാം? എന്താ? ആ സർക്കാർ ഓഫീസിൽ അന്വേഷിക്കും. ഓഹോ, അവളുടെ അമ്മാവൻ എന്റെ നെയ്ബറാ. അവര് പ്ലാനിംഗ് ഓഫീസ് എന്ന് കേട്ടപ്പോഴേ അവർക്ക് സ്ട്രൈക്ക് ചെയ്യും. നേരെ എന്നെ വിളിച്ചു ചോദിച്ചെന്താന്നറിയോ? ഇങ്ങനെ ഒരു പിണ്ണാക്കുമാടൻ ഈ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? എന്നിട്ട് എന്ത് പറഞ്ഞു? എന്തു പറയാൻ, തിരുവനന്തപുരം ജില്ലയിൽ നീ അല്ലാതെ ഏതാണ് പിണ്ണാക്കുമാടനുള്ളത്? യു ആർ റൈറ്റ് രതീഷ്. ചായ പറയട്ടെ? നിനക്ക് എന്താടാ ചായ ഒന്നും വേണ്ട, വൈകുന്നേരം പാർട്ടി മതി. കാശില്ലല്ലോ. കാശില്ലേ, ഞാൻ കടത്തരാം. എന്തായാലും കല്യാണത്തിന് ചെലവ് ചെയ്യാ, അതാണ് ഈ അച്ഛൻ നോക്കിക്കോളും. എടാ, കല്യാണത്തിനാകുമ്പോ ഓഫീസ് മൊത്തം ഉണ്ടാവും. കൂടാതെ ഞാനൊരു 150 വരെ പുറത്തൊന്നും കൊണ്ടുവരും. ഇപ്പോഴാകുമ്പോ നമ്മള് മാത്രമേ ഉള്ളൂ. എന്തു പറയുന്നു? ചെലവ് ചെയ്യാ. അതാണ്. എടാ, പെണ്ണെങ്ങനുണ്ട്? എന്നാ ഞാൻ സത്യം പറയട്ടെ? പറയ്. മാമ്പഴക്കൂട്ടങ്ങളിൽ മൽക്കോവയാണ് അവൾ. ലോകാത്ഭുതങ്ങളിൽ താജ്മഹൽ, ആന, കടൽ, മമ്മൂട്ടി, മോഹൻലാൽ. അത് കഴിഞ്ഞാൽ എന്റെ രചിതയാണ് എനിക്കെല്ലാം. ഒന്ന് കണ്ടാൽ പിന്നെ കണ്ണെടുക്കാൻ തോന്നത്തേയില്ല. ആരെ ജ്യൂസ് ഓർഡർ ചെയ്തത്? നിത്യക്കെന്ത് പറ്റി? ഈ പെണ്ണെന്തിനു കരയണത്? നിത്യക്കരയല്ലേ? രതീഷിനെ നിന്നെ ഇഷ്ടമാണ്. അടെ ചെല്ലെ ചെന്ന് കെട്ടി പിടിക്ക്. ചെല്ല്. കഴിച്ചങ്ങളൊക്കെ പറഞ്ഞു വിടാൻ നോക്കി. പിന്നെ ബില്ല് കൊടുത്ത് സെറ്റിൽ ചെയ്യും. വെറുതെ കഥയും പറഞ്ഞോണ്ടിരിക്കും. കുറെ നേരമായി. പറഞ്ഞോണ്ടാ. നമസ്കാരം ഉണ്ടേ. എന്തോണ്ട്? അണ്ണാ മന്ത്രി വരുമെന്ന് പറഞ്ഞാ വരും. ചുമ്മാ അല്ലല്ലോ നമ്മൾ 3 വർഷമായിട്ട് വ്യാപാരി സംഘത്തിന്റെ പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പൊ അത് ഉറപ്പായിട്ടും നടന്നിരിക്കും. എങ്ങനെയുണ്ട്? ഫുഡൊക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഓക്കെ അല്ലേ? ആരെയും വെള്ളപ്പിച്ച ഇയാളാണ് ഇതിന്റെ ഓണർ. മറ്റേ വ്യാപാരി വ്യവസായി എന്താ അതിന്റെ പ്രസിഡന്റ്. ധൃതി വെക്കാടാ, അവര് കൊണ്ടുവന്നോളൂ. അവരിത് കഴിഞ്ഞിട്ട് വേണം സൊള്ളാൻ പോവാൻ. അതൊന്നുമല്ല, എന്തായാലും ട്രെയിൻ പോകും, പിന്നെ ബസ്സിൽ പിടിക്കണമല്ലോ. മനസ്സിലായി. കൈ കഴിയട്ടെ. കഴിക്കൂ, യമ്മി ഫുഡ്. പോയിട്ട് വേഗം എന്നെ ബില്ല് കൊടുക്കാനുള്ള. ഓ ഷുവർ. സോ ഡേർട്ടി. അവന് പിടിച്ചില്ല. അവന്റെ ഒരു ബില്ല്. വാഷ് ബേസിനൊക്കെ ഒന്ന് വൃത്തിയായിട്ട് സൂക്ഷിച്ചൂടെ? മോനെ, തുപ്പണ സ്ഥലമല്ലടാ. തുപ്പണ സലോണിലും തൂർണ സലോണിലും കാശ് കൊടുത്തിട്ടല്ലേ ചെയ്യണത്. ചുമ്മാ ചെറിയ കാര്യത്തിന് ഇങ്ങനെ റീസ് ആവല്ലേ? എന്ന് പറഞ്ഞ അങ്ങനെയാണ്. കുറച്ച് വൃത്തി കൂടുതലുള്ള ആളാണേ. സോറി. വന്നേടാ. ബില്ല് കൊടുത്തോ? ഇവന്റെ ഒരു ഉടക്കുകാരന് ജീരകം എടുക്കാൻ പറ്റിയില്ല. ഒരു വൃത്തിക്കാരൻ വന്നേ. ഭക്ഷണം ഭയങ്കര സ്വാദായിരുന്നല്ലേ? സ്വാദിഷ്ടം കുറച്ചുകൂടി മനുഷ്യപ്പറ്റുണ്ടേ ഒരാളായ. കേറ്. അവന്റെ ഒരു ഹോട്ടൽ. ഭദ്ര. എന്ത് ഭദ്ര? ശരി എന്നാ. വണ്ടി വീഴ്ചേട്ടാ. എന്താ വീഴ്ചേട്ടത്? ഞാൻ വിചാരിച്ച ക്ലച്ച് ഔട്ടാത്തിരിക്കുന്നു. ഇമ്മാതിരി വളിക്ക് വിടാമോ? നീ കേറ്. അപ്പൊ സേഫ് ജേണി. ക്ലാസ് ഒക്കെ തുറന്നുട്ടോ. ആഴ്ച ഒരെണ്ണമല്ലടാ ഞാൻ വിടാറുണ്ട്. ആഴ്ചയില്ല, ഡെയിലി ഉണ്ട്. എനിക്ക് വയ്യ സഹിക്കാൻ. ചേട്ടാ, ഒരു മാവേലിക്കര. സുഹൃത്തെ, കായംകുളത്തുനിന്നൊരു ഓട്ടോ വിളിച്ച് പോയിട്ട് ഇത് എറണാകുളം പോണ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ്.
ഹേയ് ഹേയ് അങ്ങോട്ടിരിക്കും. ചേട്ടാ കുഞ്ഞിനെ ഒന്ന് പിടിക്കോ? എപ്പ കേറിയതാ ബസ്സില്? വിശക്കുന്നുണ്ടാവും, ഒന്ന് പിടിക്കുന്നേ. ഹലോ, ആ സമരത്തിന് പോയതേ സെക്രട്ടേറിയറ്റില്ലേ? ആ സമരാണെന്ന് പറഞ്ഞു, അവര് വിളിച്ച് ഞാൻ പോയി. ഹലോ ആ ഹലോ ബിൻചേട്ടാ. എടാ ഞാൻ രതീഷാ, വിച്ചേട്ടൻ ബാത്റൂമിലാ. ഏ എന്താടാ? ബാത്റൂമിലോ? ആ വിച്ചേട്ടന് കുറെ നേരം കൊണ്ട് വയറിന് ഭയങ്കര പ്രശ്നാ. ഓ മൈ ഗോഡ്, എനിക്കും വയറിന് എന്തോ ഒരു പ്രശ്നം. ആ ഫുഡ് പിടിച്ചില്ലെന്ന് തോന്നുന്നു, ഇവിടെയും വെടുക്കെട്ടാണ്. അയ്യോ, അപ്പൊ ഇതാ ഫുഡിന്റെ തന്നെയാണല്ലേ? ആ ആയിരിക്കും. ഓക്കേടാ. ആ ശരി ശരി.